നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത് കുംഭൻ രാശി 20 ഡിഗ്രി മുതൽ മീനൻ രാശി 3 ഡിഗ്രി 20 വരെ കിടക്കുന്ന, കുംഭൻ രാശിയിൽ 3 പാദവും മീനൻ രാശിയിൽ അവസാന പാദവുമായി കിടക്കുന്ന 25ാമത്തെ നക്ഷത്രം പൂർവ ഭദ്രപാദം അഥവാ പൂരുരുട്ടാതി എന്ന് പറയുന്ന നക്ഷത്രം, ട്രാൻസ്ഫോർമേഷൻ ത്രൂ ഫയർ എന്ന് പറയുന്ന നക്ഷത്രം, തീയിലൂടെയുള്ള പരിവർത്തനം എന്നാണ് ഈ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത്. നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്ററിൻ്റെ സംഹാര നക്ഷത്രവും കൂടിയാണ് ഇത്. സൃഷ്ടി നക്ഷത്രം പുണർതവും, സ്ഥിതി നക്ഷത്രം വിശാഖവും, സംഹാര നക്ഷത്രം പൂർവ ഭദ്രപാദം അഥവാ പൂരുരുട്ടാതി നക്ഷത്രവും ആണ്. നമുക്കതിനെക്കുറിച്ച് കേൾക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രശ്നചിന്തയിൽ വരുന്ന സ്ഥലം നോക്കിയാൽ അത് തെരുവാണ്. ആ ഒരു വിഷയം പൂരുരുട്ടാതി നക്ഷത്രത്തിൽ വന്നാൽ തെരുവിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ വിഷയം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്നൊക്കെ വേണേൽ പറയാം. അതുപോലെ തന്നെ ശരീരഭാഗം പാർശ്വഭാഗങ്ങളും ശരദിക്ക് വടക്കും മാവാണ് ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത്. മാവാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഭോജ്യവസ്തു, നക്ഷത്ര പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഭോജ്യവസ്തു എന്ന് പറയുന്നത് ആട്ടിൻ പാലും. അതേപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ശിവൻ്റെ ഒരു രൗദ്രരൂപമായിട്ട് പറയുന്ന അജൈകപാദൻ ആണ്. അജ ഏകപാദൻ എന്നൊക്കെ പറയും. ഒരു ഭഗവാന്റെ ഒരു രുദ്രൻ്റെ ഒരു രൗദ്രരൂപമാണ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ശിവൻ്റെ ഒരു രുദ്രരൂപമാണ് എന്നാണ് പറയുന്നത്. മൃഗസ്വരൂപമായിട്ട് ഈ നക്ഷത്രത്തിൽ പറയുന്നത് പുരുഷനെയും, അതേപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ പക്ഷി എന്ന് പറയുന്നത് മയിലും. ഇത് മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രവും അതുപോലെ തന്നെ മസ്കുലൈൻ ക്വാളിറ്റി ഒരുപാടുള്ള ഒരു നക്ഷത്രവും കൂടി ആണ്. പൂരുരുട്ടാതി നക്ഷത്രം പൊതുവെ ഉത്തരചാരിയായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. യമാകാരമാണ് ഇതിൻ്റെ സ്വരൂപം. അധോമുഖ നക്ഷത്രമാണ്. ക്രൂര ഉഗ്ര നക്ഷത്രത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രവും ആണ്. അപ്പം മുഹൂർത്തമൊക്കെ എടുക്കുമ്പോൾ പൂരുരുട്ടാതി നക്ഷത്രം ശ്രദ്ധിക്കണം കേട്ടോ. പൂരുരുട്ടാതി നക്ഷത്രം ഒരു സാധാരണ നക്ഷത്രമാണ്. അതുപോലെ തന്നെ ആകാശഭൂതത്തിൽപ്പെടുന്നൊരു നക്ഷത്രമാണ്. നക്ഷത്ര സംഖ്യ എന്ന് പറയുന്നത് 2ഉം വിഷകടി എന്ന് പറയുന്നത് 16 നാഴിക മുതൽ 20 നാഴിക വരെയും, ഉഷ്ണശിഖ എന്ന് പറയുന്നത് 1ാമത്തെ നാഴിക മുതൽ 8ാമത്തെ നാഴിക വരെയും, അമൃതകടി എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിൻ്റെ 40 നാഴിക മുതൽ 44 നാഴിക വരെയുമാണ് ഉള്ളത്. ഇതൊരു ഉഗ്രവും തീവ്രവുമായ നക്ഷത്രമായതുകൊണ്ട് തന്നെ പരിവർത്തനം, ഫയർ, അതായത് ട്രാൻസ്ഫോർമേഷൻ ത്രൂ ഫയർ, അതായത് ജീവിതത്തിൻ്റെ തീയിലൂടെയുള്ള പരിവർത്തനത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന നക്ഷത്രം ആയതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയണം. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ നിന്ന് തന്നെ തുടങ്ങാം. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് ദേവഭൂമിയിൽ വെച്ച് ചെയ്തിട്ടുള്ള പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അതിമനോഹരമായ ഒരു വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഉത്തരാഖണ്ഡിൽ വെച്ച് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സുഖവും ആ വീഡിയോയ്ക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്നാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് മൊത്തവും തീർത്തത്. കുറേ ജാതകങ്ങളുമായിട്ട് ഞാൻ ഇവിടുന്ന് അവിടെ പോയി അവിടെ ഇരുന്ന് മിക്കതും ദേവഭൂമിയായിട്ടുള്ള ഋഷിഭൂമിയായിട്ട് തപോഭൂമിയിൽ തന്നെയാണ്, ഋഷികേശിലും ഹരിദ്വാറിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണ് ഞാനത് അതിൻ്റെ സ്ക്രിപ്റ്റ് മൊത്തം അതിൻ്റെ നോട്ട്സ് മൊത്തം എഴുതി തീർത്തത്. അതുകൊണ്ട് തന്നെ അതിമനോഹരമായ ഒരു വീഡിയോ ആണ്. ആ ഒരു സീരീസുകൾ പൊതുവെ
നക്ഷത്രത്തെക്കുറിച്ച് ഒബ്സർവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഓരോ ആൾക്കാരെ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഓരോരുത്തരുടെ നക്ഷത്രം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറേ അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാമല്ലോ. അപ്പോൾ അത് പഠിക്കാൻ ഒരു നല്ല ഒരു വീഡിയോ ആണ്, വളരെ കുറച്ച് സമയമുള്ളത്. അതൊന്ന് കണ്ടിട്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇൻറ്റൻസ് പേഴ്സണാലിറ്റിയാണ്, തീവ്രമായിട്ടുള്ള വ്യക്തിത്വം. അജ ഏകപാദൻ ഒരു ഉഗ്രമൂർത്തിയാണ്. അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് തീവ്രമായിട്ടുള്ള വികാരങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. ഒരു ലക്ഷ്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ശേഷിയുള്ള ഒരു സ്വഭാവക്കാരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ എന്നുള്ളത് ഉറപ്പിക്കാം. അല്ലെങ്കിൽ അതിനവർ തയ്യാറാവും എന്നുള്ളതാണ്. ജ്ഞാനവും ബുദ്ധിയും ഉള്ള നക്ഷത്രം അതൊരു വല്ലാത്ത കഴിവാണ്. വളരെ ബലമുള്ള ഒരു പൂരുരുട്ടാതി നക്ഷത്രക്കാരൻ അല്ല നക്ഷത്രക്കാരിക്കും ജ്ഞാനവും ബുദ്ധിയും കൂടുതലായിരിക്കും. കാരണം ഗുരുവിൻ്റെ സ്വാധീനം കാരണം, വിസ്ഡത്തിൻ്റെ കാരകനാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണം ഇവർക്ക് മൂർച്ചയുള്ള ബുദ്ധിയും ഉയർന്ന ചിന്താഗതിയും ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. തത്വചിന്ത, ഗവേഷണം, ഗൂഢശാസ്ത്രങ്ങൾ, ഗൂഢമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്നിവയിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. അതുപോലെ തന്നെ ഏത് മേഖലയിലാണെങ്കിലും ഇവർ ജോലി ചെയ്യുമ്പോൾ ഇവർക്കൊരു രഹസ്യ സ്വഭാവം ഇവരുടേതായ രീതിയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പും ആണ്. അതൊരു പോസിറ്റീവ് ക്വാളിറ്റി ആയിട്ട് കൂട്ടിയാൽ മതി. ബലവാനായിട്ടുള്ള ഒരു പൂരുരുട്ടാതി നക്ഷത്ര ജാതകൻ, അത് ജാതകയായാലും നീതിബോധം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇവർക്ക് ശക്തമായിട്ടുള്ളൊരു നീതിബോധം ഉണ്ടായിരിക്കും. ബലവാനായിട്ടുള്ള പൂരുരുട്ടാതിക്ക് ഒരു നീതിബോധം ഉണ്ടാക്കും. ഇപ്പോൾ സമൂഹത്തിലെ അനീതികൾക്കെതിരെ, വീട്ടിലെ ആണെങ്കിലും അനീതികൾക്കെതിരെ, സുഹൃത്തുക്കളുടെ ഇടയിലെ അനീതികൾക്കെതിരെ ഒക്കെ ശബ്ദമുയർത്തുകയും ചിലപ്പോൾ വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങൾ ഇവർ കൊണ്ടുവരികയും ചെയ്യും. വീട്ടിലൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ഇവർ അങ്ങ് വീട്ടിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ, കൊളീഗ്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇവരുടെ ഈ നീതിബോധം കാരണം അനീതി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും എന്നുള്ളൊരു രീതി പലപ്പോഴും ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ ഉണ്ടാക്കും ഭാവിയിൽ. അത് സൂക്ഷിക്കുക, അത് സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ നല്ലൊരു സ്വഭാവമുള്ളവരാണ് ഇവർ. ഇനി ഇവരുടെ ഒരു ഞാൻ വളരെ എടുത്ത് കണ്ടിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് ടു ഫേസ്ഡ് നേച്ചറാണ്, ഇരട്ട സ്വഭാവം. ഞാൻ ആ പഴയ വീഡിയോയിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇരുമുഖമുള്ള മനുഷ്യൻ എന്ന് നമ്മൾ പറയില്ലേ, ഇവർക്ക് രണ്ട് മുഖമുണ്ട് എന്നുള്ളത്. അത് ഈ നക്ഷത്രത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒന്നും അല്ല കേട്ടോ. NPD ഉള്ളവർ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് ഇവർക്കൊരു രണ്ട് മുഖമുണ്ടാവും എപ്പോഴും. ഇതൊരേ സമയം ഭൗതിക ലോകത്തെയോ ആത്മീയ ലോകത്തിലേക്കുമുള്ള ഒരു സ്വഭാവമാവും. ഒരു സമയം ഇവർ ഭൗതികപരമായ ലോകത്തിൽ ഇടപെടുമ്പം അതിനോട് ചേർന്ന് ആർക്കും പിടികൊടുക്കാത്ത രീതിയിൽ ഇപ്പം, പക്ഷേ ഇവർക്ക് രഹസ്യമായിട്ട് ഒരു സ്പിരിച്വൽ ലൈൻ, ഇവരുടേതായ ഒരു സ്പിരിച്വൽ ട്രാക്ക് ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ അതിനെ കാണാം. ചിലപ്പം ഇവർക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരാണെങ്കിൽ, ദൈവത്തെ ഓർത്ത് ഞാൻ ഈ പൂരുരുട്ടാതിക്കാർ അങ്ങനെ ഉള്ളവരാണെന്നല്ല പറയുന്നത് കേട്ടോ, NPD ഉള്ളവരാണെങ്കിൽ, NPD ഇനി ഈ 27 നക്ഷത്രത്തിൽ ആർക്കുണ്ടായാലും, ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്വഭാവം ഉണ്ടാവും, ആ ട്രൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഉള്ളവർ പൊതുവെ ഈ ഇരട്ട സ്വഭാവമുള്ളവരാണ്. അപ്പം പക്ഷേ ഞാനിവിടെ ഉദ്ദേശിച്ചത് ഈ ടു ഫേസ്ഡ് നേച്ചർ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് NPD അല്ല. ആക്ച്വലി വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളൊരു ലോകത്ത്, വളരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലോകത്ത് ഇവർ അതേപോലെ ആ വൈബിനനുസരിച്ച് ഇവർ ഇടപെടുകയും, എന്നാൽ ഇവർക്ക് ഇവരുടേതായ ഒരു ലോകം, വളരെ സ്പിരിച്വലായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ലോകവും ഇവരുണ്ടാക്കുകയും ചെയ്യും. ഇതിവരുടെ കാര്യത്തിൽ രണ്ട് വശങ്ങൾ കാണാം. എല്ലാത്തിനും ഒരു രണ്ട് വശമുള്ള ഒരു നേച്ചർ ഇവർക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഇവരുടെ സംസാരശേഷി, ഇവരുടെ പോസിറ്റീവ് ക്വാളിറ്റി, അതായത് ചില ആൾക്കാർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ഉള്ളത്, സെയിൽസിനൊക്കെ കഴിവുള്ളത് കണ്ടു എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് കുംഭൻ രാശി. കുംഭഗുരു വളരെ ബലമുള്ള ഗുരുവാണ്. അപ്പോൾ ഇവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കും എന്നുള്ളത് ഒരു പ്രത്യേക കഴിവാണ്. അതുകൊണ്ട് തന്നെ ഇവർ പ്രഭാഷകരോ എഴുത്തുകാരോ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവരോ ഒക്കെ ആവാം. ഇതൊക്കെയാണ് ഇവരുടെ
പ്രധാനമായിട്ടുള്ള ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കെന്താ ബാഡ് എഫക്ട്സ് ആൻഡ് ചലഞ്ചസ് നോക്കാം. എൻ്റെ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ബാഡ് എഫക്ട്സിൽ ഞാൻ കണ്ട വളരെ മോശം സ്വഭാവം പറയാം. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആങ്കർ, അനിയന്ത്രിതമായിട്ടുള്ള കോപം ഒരു വലിയ വെല്ലുവിളി, ബാഡ് എഫക്റ്റ് ആൻഡ് ചലഞ്ചസിൽ പെടുന്ന കാര്യമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഉഗ്ര സ്വഭാവം, ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഉഗ്ര സ്വഭാവമാണ്. അതുകൊണ്ട് ഇവരുടെ കോപം പലപ്പോഴും നാശത്തിന് കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ്. ശ്രദ്ധിക്കൂ. പെട്ടെന്നുള്ള രീതി, എടുത്തുചാട്ടം, അനിയന്ത്രിതമായിട്ടുള്ള കോപം, സുപ്പീരിയോറിറ്റി കോംപ്ലക്സുകൾ ജീവിതത്തിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. മാറി ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. രണ്ടാമത്തെ ഇവരുടെ മോശ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കർക്കശമായിട്ടുള്ള വാക്കുകളാണ്. ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഇരുതല മൂർച്ചയുള്ള വാളായതുകൊണ്ട് ഇവരുടെ വാക്കുകൾ വളരെ മൂർച്ചയേറിയതും സ്വതവേ ദേഷ്യ സ്വഭാവവും കൂടി ഉള്ളത് കൊണ്ട് തന്നെ വാക്കോളം വലിയ ശരം വേറെയില്ല, വാക്കോളം വലിയ മുറിവേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം വേറെയില്ല. ഒന്ന് തല്ലിയാൽ ചിലപ്പോൾ മറന്നു പോവും, ആ വേദന കുറച്ച് കഴിയുമ്പോൾ മറക്കും, പക്ഷേ വാക്ക് ഉള്ളു നൊന്തത് മറക്കില്ല എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കഴിയുന്ന കർക്കശമായ സംസാരവും മൂർച്ചയുള്ള വാക്കുകളും ഇത് ബന്ധങ്ങളിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കുകയും ശാപതാപങ്ങൾ വാങ്ങിവെക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതും ശ്രദ്ധിക്കണം. ഇവരുടെ മൂന്നാമത്തെ ദോഷ സ്വഭാവം എൻ്റെ ഒബ്സർവേഷനിൽ സിനിസിസം എന്നുള്ളതാണ്. അതായത് നിഷേധാത്മക ചിന്ത. ഈ നക്ഷത്രത്തിൻ്റെ പ്രധാന ചിഹ്നങ്ങളിൽ ഒന്ന് വാളും അടുത്തത് ശവമഞ്ചത്തിൻ്റെ 3 കാലുകൾ ആയതുകൊണ്ടും ഇവരുടെ ജീവിതത്തിൻ്റെ നശ്വരത അല്ലെങ്കിൽ നശ്വരതയെക്കുറിച്ച് ഇവർക്ക് ആഴത്തിൽ ബോധം നൽകുന്നു എന്നുള്ളതാണ്. നശ്വരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വികാരം, നിരാശ വന്നിട്ട് ദേഷ്യമായിട്ടങ്ങ് വന്നിട്ട് പിന്നെ ജീവിതത്തിൽ എല്ലാത്തിനോടും ഒരു ഫ്രസ്ട്രേഷനും ഒരു പുച്ഛമൊക്കെ, ഒരു നിഷേധാത്മക സമീപനവും അതുപോലെ തന്നെ വിഷാദത്തിലേക്കോ ഇവരെ നയിച്ചേക്കാം. ഈ പറഞ്ഞ ഈ ഭ്രാന്ത് കാണിച്ച് അല്ലെങ്കിൽ ഈ ദേഷ്യം കാണിച്ച് ഈ ഇറിറ്റേഷൻ കാണിച്ച് ഈ കോപം കാണിച്ച് കർക്കശമായ സംസാരം കാണിച്ച് കുറച്ച് കഴിയുമ്പോൾ വിഷാദത്തിലേക്കോ പോയേക്കാം എന്നുള്ളതാണ്. അടുത്ത ഇവരുടെ ഒരു മോശ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇരട്ടത്താപ്പ് അഥവാ ഹിപ്പോക്രസിയാണ്. ഇരുമുഖം എന്ന പ്രതീകം ചിലരിൽ ഇരട്ടത്താപ്പ് വന്നേക്കാം. പരിവർത്തനങ്ങൾ, ഈ 2 മുഖമുള്ളത് കൊണ്ട് തന്നെ ജീവിതം യഥാർത്ഥ സ്വഭാവവും പ്രവൃത്തിയും യഥാർത്ഥ സ്വഭാവവും സാഹചര്യവും തമ്മിൽ അങ്ങോട്ട് ചേരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് സൃഷ്ടിച്ചേക്കാം എന്നുള്ളതാണ്. അടുത്തത് ഇവർക്കുണ്ടാകുന്ന ഒരു മോശം കുഴപ്പം എന്ന് പറയുന്നത് ആങ്സൈറ്റിയാണ്, പിരിമുറുക്കം, മാനസിക പിരിമുറുക്കം ആണ്. ഇവരുടെ തീവ്രമായിട്ടുള്ള ചിന്താഗതിയും അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളും ഇവരെ ഉയർന്ന മാനസിക പിരിമുറുക്കത്തിലേക്ക് എത്തിച്ചേക്കാം. സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ഞാൻ പലരും എനിക്കറിയാവുന്ന ഈ പൂരുരുട്ടാതി നാളാണെന്നുണ്ടെങ്കിൽ പൂർവ്വഭദ്രപാദമാണെന്നുണ്ടെങ്കിൽ ഞാനിരുന്ന് കുറേ കേട്ടിട്ട് ഞാൻ ചോദിക്കുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ അനുഭവമുള്ളതല്ലേ, പിന്നെ ഒന്ന് മാറി ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാലോചിച്ചായിരിക്കും പിന്നെ ആങ്സൈറ്റി. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പം ഒരു മെച്യൂരിറ്റിയൊക്കെ വന്നു കഴിയുമ്പം വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൺസൾട്ടേഷനിലൊക്കെ ആണെങ്കിലൊക്കെ മിണ്ടുന്ന സമയത്ത് എനിക്കങ്ങനെയാണല്ലോ കൂടുതലും ആൾക്കാരോട് ഇടപെടാനുള്ള അവസരമുള്ളത്. അപ്പം ആ കിട്ടുന്ന കുറച്ച് സമയമാണെങ്കിൽ പോലും ഞാൻ ഇതൊക്കെ ചോദിക്കും. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഉയർന്ന മാനസിക പിരിമുറുക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോയി
ജീവിതത്തെ പഠിച്ച് ആ ഒരു പ്രശ്നങ്ങളിൽ തീയിൽ വെന്ത് ഉരുകി ഭസ്മമായി പിന്നെ പുനർജനിച്ച അവസ്ഥയിലൂടെയൊക്കെ പലരും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വാള് പോലെ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, നിയന്ത്രിക്കാൻ പറ്റാത്ത കോപം ഉണ്ടായിട്ടുണ്ടോ, കർക്കശമായിട്ടുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടോ, സിനിസിസം അഥവാ നിഷേധാത്മക ചിന്താരീതികൾ ഉണ്ടായിട്ടുണ്ടോ, ഹിപ്പോക്രസി ഉണ്ടാകുന്നൊക്കെ മിക്ക ആൾക്കാരും പറയാറുണ്ട്. ഉണ്ടായിരുന്നു ഇതൊക്കെ, ഇപ്പം അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ തുടക്കമുള്ളവരാണെങ്കിൽ 25-30 വയസ്സിനിടയ്ക്കൊക്കെ ഉള്ളവരുടെ അടുത്താണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എനിക്കങ്ങനെയൊന്നുമില്ല, എനിക്കെന്ത് ഇരട്ടത്താപ്പ്, എനിക്കെന്ത് കർക്കശമായ നമ്മൾ പറയുന്നത് വളരെ നീതിയായിട്ടുള്ള കാര്യങ്ങളല്ലേ, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാനുള്ള അവകാശമില്ല ഈ ഭൂമിയിൽ, എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അപ്പോൾ എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയും എന്നൊക്കെ പറയുന്ന ഈ രണ്ട് രീതിയും കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ ഈ പ്രായത്തിൻ്റെ മെച്യൂരിറ്റി വരുമ്പോഴത്തേക്ക് ട്രാൻസ്ഫോർമേഷൻ ത്രൂ ഫയർ എന്ന് പറയുന്നത് പോലെ തീയിൽ കുരുത്ത് വന്നതിൻ്റെ ഒരു അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന ചില അറിവുകളുണ്ടല്ലോ. ഏത് അനുഭൂയത ഇത് പ്രമാണം എന്നല്ലാതെ സ്വന്തമായി കിട്ടിയ കുറേ അനുഭവങ്ങളും അറിവുകളുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഒരുപാട് പേര് ശക്തമായിട്ടുള്ള ലീഡറുകളായി കണ്ടിട്ടുള്ളത് പെണ്ണുങ്ങളാണെങ്കിലും ഫിമെയിലാണെങ്കിലും മെയിലാണെങ്കിലും സ്ത്രീകളൊക്കെ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ട് നല്ല സ്ട്രോങ് പൊസിഷനിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി സിംഗിൾ മദറായിട്ടൊക്കെ ജീവിക്കുന്ന അവർ അങ്ങനെയുള്ള ചില ആൾക്കാരാണ് എന്നോട് പറഞ്ഞത്, കടന്നുപോയ വഴികളിലൊക്കെ എൻ്റെ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ആ സ്വന്തം കുഴപ്പങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടില്ല. എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ചുറ്റുപാടും ഒക്കെ ഉള്ളവരാണ് മോശം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് പറയുന്നത് ഇമ്മെച്യൂരിറ്റിയാണ്, ആയിട്ടില്ല. അപ്പോൾ ആ മെച്യൂരിറ്റി റിയാലിറ്റിയിലേക്ക് വന്നത് കുറേ അനുഭവങ്ങളിലൂടെയാണെന്നുള്ളത് ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ജ്യോതിഷ വിദ്യാർത്ഥികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് പഠിക്കാനുള്ള, ജീവിതത്തിൽ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളും കൂടിയായിട്ട് ഇതിനെ കണ്ടുകൊള്ളുക. വളരെ ലളിതമല്ലേ, വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഒന്ന് പല ആവർത്തി കേട്ട് നിങ്ങൾക്കറിയാവുന്ന പൂരുരുട്ടാതിക്കാരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്, മനസ്സിലാവുകയും ചെയ്യും. ഇനി കാർമിക് ലെസൺസ്, കർമ്മപരമായിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെ എന്നുള്ളത് നോക്കാം. വേണം. പരിവർത്തനത്തിൻ്റെ കർമ്മം, ദ കർമ്മ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, അതാണ് വാസ്തവത്തിൽ. ശവമഞ്ചത്തിൻ്റെ 3 കാലെന്ന് പറയുമ്പം ശവമഞ്ചം ഒരു അവസാനം മാത്രമല്ല, ഒരു പുതിയ തുടക്കത്തെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ജീവിതത്തിൽ ഒരു ലൈഫിനുള്ളിൽ പല മരണങ്ങളും ജനനങ്ങളും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് കർമ്മപരമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് പരിവർത്തനമാണ് എന്നുള്ളതാണ്. ഇവർ ജീവിതത്തിലെ പല പരിവർത്തനങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. തീയിലൂടെ കടന്നു പോകുന്ന വേദനകളിലൂടെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് എപ്പോഴും തീയിലൂടെ പോകുന്ന പോലെ ആയിരിക്കും. അത് സാമ്പത്തിക പ്രതിസന്ധിയായാലും, കടുത്ത രോഗാവസ്ഥയിലൂടെ ആയാലും, ബന്ധങ്ങളിലെ വിള്ളലായാലും, ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാൾ, അവരിൽ നിന്നുമുണ്ടാവുന്ന തിരിച്ചടി, അത് അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഭാര്യയായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, കാമുകനായിക്കോട്ടെ, കാമുകിയായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പൂർണ്ണ മനസ്സോടുകൂടി സമർപ്പിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച ഒരാൾക്ക് കിട്ടുന്ന തിരിച്ചടി വരുമ്പോൾ കടുത്ത വേദന ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിലെ ബന്ധങ്ങളിൽ നിന്നുണ്ടാവുന്ന മുറിവ്, അപ്പോൾ ആ മുറിവുകളെ ഇന്നത്തെ കാലത്ത് ട്രോമ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അതെടുത്ത് പറയാൻ കാരണം, ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾ ഉണ്ടായാലും തീയിലൂടെ കടന്നു പോകുന്ന പോലത്തെ ജീവിതാനുഭവങ്ങളായാലും ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ആ അനുഭവങ്ങളെ ഉൾക്കൊള്ളുകയും ആ അനുഭവങ്ങളിലൂടെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പെർസെപ്ഷൻ മാറും.
അല്ലാതെ അതിൽ പിടിച്ചു തന്നെ ഇരുന്നാൽ, ആ വിഷമത്തിൽ പിടിച്ചിരുന്നാൽ, ആ കുഴപ്പത്തിൽ പിടിച്ചിരുന്നാൽ, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്താൽ, മൂവ് ഓൺ ചെയ്യാതെ അതിൽ തന്നെ ഇരുന്നാൽ, വേണമെങ്കിൽ എന്നോട് പറയാം, നിങ്ങൾക്കിതൊക്കെ പറയാം, വിഷമിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ പറയുന്നവർ, അല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരാളുടെ അടുത്തൊരു വിഷമം പറയുമ്പോൾ ഒക്കെ പറയാം, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരാൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. അതൊക്കെ മനസ്സിലാവും. ആ അവസ്ഥയിലൂടെ എല്ലാവരും കടന്നു പോകും. ജീവിതത്തിൽ എല്ലാ വ്യക്തികളും സുഖം മാത്രമല്ല ദുഃഖാവസ്ഥയിലൂടെ കടന്നു പോകും. പ്രത്യേകിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ളവർ, മാനസികമായിട്ടുള്ള സമാധാനം അനുഭവിക്കുന്നവരും, അതുപോലെ തന്നെ ജീവിതത്തിൽ ഭൗതികപരമായിട്ടുള്ള വിജയങ്ങൾ നേടിയവരും. രണ്ടും ഒരുമിച്ച് ഒരു കോയിൻ്റെ ഇരുവശമാണ്. സ്പിരിച്വലായിട്ടുള്ള, നല്ല രീതിയിൽ സ്പിരിച്വലായിട്ട് തെളിഞ്ഞവർക്ക് ഇത് രണ്ടും വരും എന്ന് ഋഷിമാർ പറയുന്നു. അവർക്കതിന് യോഗമുണ്ടെങ്കിൽ, അവർക്കതാണ് വേണ്ടെങ്കിൽ അത് വരും, അവർക്ക് എന്താണോ വേണ്ടത് അത് വരും. അങ്ങനെ വന്നിട്ടുള്ളവരെല്ലാം അതേത് നക്ഷത്രത്തിൽപ്പെട്ടവരായാലും തീയിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും. ഒരിക്കൽ വീണിട്ടുണ്ടായിരിക്കും. ബന്ധങ്ങളുടെ നിസാരത, അറ്റാച്ച്മെൻറ്റ്സിൻ്റെ നിസാരതയെ തിരിച്ചറിഞ്ഞവർ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. ഒരു സംശയം വേണ്ട അതിനകത്ത്. ആ തിരിച്ചറിവാണ് പിന്നീട് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. താൻ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ്. ഈഗോ നശിച്ചു കഴിയുമ്പോഴാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. ഈഗോ നശിക്കുമ്പോഴാണ് നാച്ചുറലി സറണ്ടർ ചെയ്യുന്ന. നിസ്സഹായത വരുമ്പം ലോജിക്ക് നശിക്കും, തളരും, നമസ്കരിക്കും. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണി സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമസ്തുതേ. നമ്മൾ അമ്മയെന്ന് അറിയാതെ വിളിച്ചു പോവും. വേദന കൊണ്ട് പുളയുന്ന സമയത്ത്, നിസ്സഹായത വരുന്ന സമയത്ത്, ആരും തനിക്കില്ല എന്ന് തോന്നുന്ന നിമിഷം അറിയാതെ നമ്മൾ വിളിച്ചു പോവും അമ്മയെന്ന്. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ആദ്യം വിളിച്ചത് അതാണ്, അറിഞ്ഞോ അറിയാതെ, നമ്മുടെ കുഞ്ഞു ബോധത്തിൽ. അതുകൊണ്ട് അറിയാതെ ആ ശരണാഗതി വരുന്നവരെ ദേവി രക്ഷിക്കും എന്നാണ് പറയുന്നത്. നമ്മളോടുള്ള സ്വന്തം ഈഗോ മാറ്റി വെച്ചുള്ള ശരണാഗതി, നേച്ചറിനോടുള്ള സമർപ്പണമാണ്. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ നേച്ചറിൽ നിന്ന് വരികയും ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകുമ്പം പഴയതും ഉപയോഗശൂന്യവുമായിട്ടുള്ള ചിന്തകളെയും ശീലങ്ങളെയും ഉപേക്ഷിച്ച് പുതിയൊരു വ്യക്തിയായി മാറുകയും ചെയ്യുക എന്നുള്ളത് ദ കർമ്മ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രധാന കാർമിക് ലെസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രോമാസ് ഉണ്ട്, എനിക്ക് ആ ട്രോമയുള്ളതുകൊണ്ട് കേൾക്കാൻ. അതൊക്കെ വിഷമഘട്ടത്തിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു, വിഷമഘട്ടത്തിൽ സങ്കടമുള്ള സമയത്ത് സപ്പോർട്ട് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. അസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് നിന്നായാലും, നല്ല ആൾക്കാരിൽ നിന്ന്, അസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് ആയാലും, സൈക്കോളജിസ്റ്റുകളുടെ അടുത്തായാലും, ഹീലിംഗ് പർപ്പസ് ഉള്ള ആരുടെ അടുത്തായാലും ഒക്കെ നല്ല സൈക്കോളജിസ്റ്റ്. ഞാൻ കണ്ടിട്ടുള്ള മിക്ക സൈക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ മിക്ക അസ്ട്രോളജേഴ്സും NPD ഉള്ളവർ, അവരാരെ അക്സെപ്റ്റ് ചെയ്യാത്തവരാണ്. അപ്പം അതല്ലാതെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ, അതല്ലാതെ മനുഷ്യ ജീവിതത്തിന് വാല്യൂ കൊടുക്കുന്ന, നിങ്ങളുടെ പ്രശ്നം കാണുമ്പം ഞാനും ഒരിക്കലും ഇതുപോലൊരു പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എനിക്കും ഇങ്ങനെയൊരു പ്രശ്നം വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ മനുഷ്യത്വപരമായി അതിനെ കാണുന്ന ആൾക്കാരുടെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് തൽക്കാലം ഒരു സൊല്യൂഷനും ഒരു ഹീലിങ്ങും കിട്ടും. നിങ്ങൾക്കൊരു കൈ കിട്ടും. കുഴിയിൽ കിടക്കുന്ന നിങ്ങളെ വലിച്ചു കയറ്റാൻ ഒരു കൈ സഹായമാവുകയും ചെയ്യും. അത് നിങ്ങളെ ക്ഷേത്രങ്ങളിലേക്കോ നിങ്ങളെ ഈശ്വര സാധനയിലേക്കോ ഒക്കെ നയിക്കുകയും ചെയ്യും. നിങ്ങൾ കയറി വരികയും ചെയ്യും. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പം, ഒരു കൈ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എപ്പോഴും ആ കൈക്ക് വേണ്ടി അന്വേഷിക്കുകയും ചിന്തകളെയും ശീലങ്ങളെയും മാറ്റാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്താൽ പരാജയം ഉറപ്പാണ്. എത്ര കാലം നിങ്ങൾ ഊന്നുവടിയുടെ സഹായത്തോടു കൂടി ജീവിക്കും? ഇപ്പം ഞാനാണെങ്കിലും എത്ര കാലം നമ്മൾ ഊന്നുവടിയുടെ സഹായത്തോടു കൂടി ജീവിക്കും? നമ്മൾ സ്വയം നിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ വ്യക്തിയായി മാറുക, ഈശ്വരനെ ശരണം പ്രാപിക്കുക, നിങ്ങളുടെ ആന്തരിക ലോകത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും
ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ പരിവർത്തനത്തിൻ്റെ കർമ്മം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നിങ്ങളുടെ അഗ്നിയെ, ഫയർ എലമെൻറ്റിനെ നന്നായി ഉപയോഗിക്കുക. ചാനലിങ് ദ ഫയർ. അജ ഏകപാദൻ ഒരു അഗ്നിസ്വരൂപനാണ്, രുദ്രനാണ്. ഇത് ദേഷ്യം, ആഗ്രഹം, ഊർജം, ശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇതിനെ വിനാശകരമായിട്ട് തോന്നിയ പോലെ ഉപയോഗിക്കാതെ ഒരു യജ്ഞത്തിൻ്റെ അഗ്നിയെപ്പോലെ ലോകത്തിന് നല്ലത് കൊടുക്കുന്ന ഒരു വാഹകനായി, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഹകനായി മാറുക എന്നുള്ളതാണ്. സ്വയം ആത്മീയ ഉന്നതി വന്ന് ചുറ്റുപാടുമുള്ളവരെ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അഗ്നിയെ, നിങ്ങളുടെ ഫയറിനെ നിങ്ങൾ നല്ല രീതിയിൽ മാറ്റിയെടുത്താൽ ഒരു വലിയ മനുഷ്യൻ, ഒരു ഹ്യൂമനായി മാറുകയും ചെയ്യാനുള്ള എല്ലാ ഭാഗ്യവും ഈശ്വരൻ നിങ്ങൾക്ക് തരും എന്നുള്ളത് കർമ്മപരമായിട്ടുള്ള പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ പാഠമാണ്. മൂന്നാമത്തെ പാഠം എന്നുള്ളത് ഡിറ്റാച്ച്മെൻ്റ് ആണ്, വൈരാഗ്യം. വിരോധമല്ല വൈരാഗ്യം കേട്ടോ. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹവും അടുപ്പവും കാരണം അറ്റാച്ച്മെൻറ്റ്, ഡിറ്റാച്ച്ഡ് ആയിട്ട് അതിനെ ഭയങ്കരമായി സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കാൻ പാടില്ല. അത് ഏതൊരു ന്യൂട്രൽ പോയിൻ്റ്, അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പാടാണ്. അതായത് കുറച്ച് അനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അതങ്ങനെ പഠിക്കേണ്ടതാണ്. അത് പറഞ്ഞ് ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല, പറഞ്ഞ് മനസ്സിലാക്കി തരാനും പറ്റില്ല. പക്ഷേ ജീവിതാനുഭവങ്ങൾ കൊണ്ട് തിരിച്ചറിയുമ്പോൾ മനസ്സിലായിക്കോളും എന്താണ് ആ ന്യൂട്രൽ പോയിൻ്റ് എന്നുള്ളത്. ഇപ്പോൾ ശവമഞ്ചം സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ വൈരാഗ്യത്തെ, ഡിറ്റാച്ച്മെൻറ്റിനെയാണ് എന്നുള്ളത് കൊണ്ട് ലൗകിക സുഖങ്ങളിൽ ആസക്തി ഉണ്ടാവാം, അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാം. ഭൗതികപരമായിട്ടുള്ള എന്ത് വിഷയത്തിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാം. പക്ഷേ അമിതമായി ആസക്തി വരാതെ, ആസക്തി ആണ് പൊസസീവ്നെസ്സും അറ്റാച്ച്മെൻറ്റും, ആസക്തി വരാതെ എന്നാൽ തൻ്റെ കർത്തവ്യം തീവ്രമായി ചെയ്തുകൊണ്ട്, അതാണ് സ്നേഹം, ചെയ്തുകൊണ്ട് ഫലങ്ങളിൽ ഒട്ടിപ്പിടിക്കാതെ, കർമ്മണ്യേ വാദികാലസ്ഥേ മാ ഫലേഷ്വദാചന, ഫലങ്ങളിൽ ഒട്ടിപ്പിടിക്കാതെ ജീവിക്കാൻ പഠിക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ കർമ്മപരമായിട്ടുള്ള വെല്ലുവിളി. അപ്പോൾ അതങ്ങ് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മെച്ചപ്പെടുത്തിയെടുക്കാനും പറ്റും. ഒരു രണ്ടാം പകുതിയിലൊക്കെയാണ് ജീവിതത്തിൻ്റെ ഒരു ഉയർച്ചയും ഒക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പൂരുരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പോസിറ്റീവ് കാര്യങ്ങളെ നല്ല രീതിയിലെടുത്ത് നെഗറ്റീവ് കാര്യങ്ങളെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് കർമ്മപരമായിട്ടുള്ള പാഠം എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റാൻ തയ്യാറായി എഫേർട്ട് ഇടാൻ പറ്റുന്നവരോ ഭയങ്കര കഴിവുള്ളവരാണ്. എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. അതല്ല ഇതൊക്കെ കേട്ടപ്പോൾ പുച്ഛവും ദേഷ്യവും ചൊറിച്ചിലുമാണ് തോന്നുന്നുണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക. പൂരുരുട്ടായ നക്ഷത്രത്തിന് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശരീരത്തിൻ്റെ പാർശ്വഭാഗങ്ങളിലെ വേദന, ഹൃദയസ്പന്ദനത്തിൻ്റെ ക്രമം തെറ്റലും, ഹൃദയാകൃതിയുടെ വലിപ്പം അല്ലെങ്കിൽ വലുതാകൽ, ഹൃദയം വലുതാകുന്ന ഒരു സൈഡ് ഇങ്ങനെ വീർക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ബ്ലോക്കുകൾ, ന്യൂനരക്തസമ്മർദ്ദം, അതുപോലെ തന്നെ കാലിന് നീര്, മഞ്ഞപ്പിത്തം, അതുപോലെ പുറത്തൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. നമ്മൾ കുറേ നേരം ഇപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പുറത്തൊക്കെ ഉണ്ടാവുന്ന, ഉത്രട്ടാതി പറഞ്ഞപ്പോൾ തന്നെ പാർശ്വഭാഗങ്ങളിലുമൊക്കെ ഉണ്ടാവുന്ന വിഷയങ്ങളൊക്കെ പൂരുരുട്ടാതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇതിൻ്റെ കർമ്മ ദുരിതങ്ങളെ എങ്ങനെ തീർക്കാം എന്നുള്ള ചോദ്യമാണ്. ഈശ്വരനെ ആശ്രയിക്കുക, മഹാദേവനെ ആശ്രയിക്കുക, നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക, വിഷ്ണു ഭഗവാനെയും ആശ്രയിക്കുക. അതോടൊപ്പം ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് ആദ്യം ധർമ്മത്തെ മനസ്സിലാക്കണം, അതിലൂടെ അർത്ഥം സമ്പാദിക്കണം, അതിനുശേഷം ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. കാമം ആഗ്രഹം എന്നാണ് അതിനർത്ഥം. സാധിച്ച് മോക്ഷത്തിലേക്ക് എത്തണം, റിയലൈസേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ ഒരു ലൈനാണ്, ഒരു ട്രാക്കാണ്. അപ്പം ആ ധർമ്മത്തിലൂടെ അർത്ഥം സമ്പാദിച്ച്
കാമത്തെയും മോക്ഷത്തെയും സാക്ഷാത്കരിക്കാൻ ഈ വിഷയങ്ങൾ പറഞ്ഞു തന്ന ഋഷിമാർ അതിൻ്റെ ഒരു സൊല്യൂഷൻ പോയിൻറ്റും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ചിലത് നക്ഷത്രക്ഷേത്രങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ട്രാൻസ്ഫോർമേറ്റീവ് എനർജി ശമമഞ്ചം ഒക്കെ ആയതുകൊണ്ട് പൂർവ ഭദ്രപാദ നക്ഷത്രത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മണികർണിക ഘാട്ടാണ്. അവിടുത്തെ ശ്മശാന ഭൈരവനും ഭൈരവിയുമാണ്. അവിടെ ഒരു ശ്മശാന ഭൈരവ ക്ഷേത്രമുണ്ട് ആ മണികർണിക ഘാട്ടിൽ ഉള്ളിലോട്ട് കയറുമ്പോൾ. അവിടെയാണ് ശവം കൊണ്ടുവന്ന് വെക്കുന്നതും അവിടെ കാണിച്ചിട്ടാണ് പിന്നെ പുറത്തേക്ക് അകത്തേക്ക് എടുക്കുന്നതും ഒക്കെ. അപ്പം മണികർണിക ഘാട്ട് ഒരു സ്ഥലമാണ്. ലിബറേഷൻ, അതുപോലെ തന്നെ കാർമിങ് ക്ലെൻസിങ്ങും ഒക്കെ എന്താണെന്ന് മനസ്സിലാകണേ പോകേണ്ട സ്ഥലമാണ്. ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വാരണാസി. അവിടുത്തെ വാരണാസിയിലെ മണികർണിക ഘട്ടാണ് പൂർവ ഭദ്രപാദ നക്ഷത്രത്തിൻ്റെ ഒരു ക്ഷേത്രം. ഇനി തമിഴ്നാട്ടിലെ നക്ഷത്രക്ഷേത്രം എന്ന് പറയുന്നത് കാമാക്ഷിയും ശ്രീ തിരുവാണീശ്വരൻ ആയിരിക്കുന്ന മഹാദേവനും ഇരിക്കുന്ന രംഗനാഥപുരത്തു നിന്ന് ഒരു 10 കിലോമീറ്ററുള്ള തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ തിരുക്കട്ടുപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുള്ള മദർ കാമാക്ഷി അമ്മനും തിരുവാണീശ്വര മഹാദേവനും ആയിരിക്കുന്ന തിരുവാണീശ്വർ കോവിൽ ആണ് ഇതിൻ്റെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പോവുകയും ചെയ്യുക. പിന്നെ ഇതേപോലെ ആ രാശിക്ക് പറഞ്ഞത് ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ ജാതകത്തിലുള്ള വിഷയങ്ങൾ നോക്കി അതിനുള്ള പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. പൂരുരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യവും അനുഗ്രഹവും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.